അല്ലാഹുവിന്റെ അസ്തിത്വത്തിന്റെ തെളിവുകളിൽപ്പെട്ടതാണ് ഖൽഖുസ്സമാവാതി, ആകാശങ്ങളുടെ സൃഷ്ടിപ്പ്, വല്ലർളി, ഭൂമിയുടെ സൃഷ്ടിപ്പ്. ലോകത്ത് ഇന്നോളം ഒരു സംവിധാനങ്ങളും ഒരു ടെക്നോളജിയും എന്റെ സാങ്കേതിക വിദ്യ കൊണ്ടാണ് ആകാശത്തെ ഉണ്ടാക്കിയത്, ഒരു നക്ഷത്രത്തെ ഉണ്ടാക്കിയത് എന്ന് പോലും അവകാശപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ ഭാഷകൾ വ്യത്യസ്തമായി എന്നതും, ഒരേ അളവിലുള്ള നാവിൽ നിന്ന് വ്യത്യസ്തമായ ഭാഷകൾ നിർഗളിക്കുകയാണ്. മലയാള ഭാഷ, തമിഴ് ഭാഷ, തെലുങ്ക് ഭാഷ, കന്നഡ ഭാഷ, ഫാരിസി, ഉറുദു, ഇംഗ്ലീഷ്, അറബി. എവിടെ നിന്നാ ഇത്? ലോകത്താർക്കാണ് ഇത് കഴിയുന്നത്? നിങ്ങളുടെ ഡിസൈനുകൾ വ്യത്യസ്തമായി. ലോകത്ത് ഇന്ന് 800 കോടി മനുഷ്യരുണ്ട് എങ്കിൽ 800 കോടി ഡിസൈനുകൾ എവിടെ നിന്നാ ഇത് വന്നത്? അല്ലാഹുവിൽ നിന്നാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിൽആലിമീൻ. വിവരമുള്ളവർക്ക്, ദിശാബോധമുള്ളവർക്ക് ഇതിൽ അല്ലാഹുവിന്റെ അസ്തിത്വത്തിനുള്ള തെളിവുണ്ട് എന്ന് ഖുർആൻ പറയുകയാണ്. യുക്തിവാദികൾ സാധാരണയായി ഉന്നയിക്കുന്ന ഒരു ചോദ്യമോ, അപ്പൊ അങ്ങനെ ഒരു നിർമ്മാതാവുണ്ട് എങ്കിൽ അള്ളാനെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ലോകത്താരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് കാണിക്കാവോ? ധാരാളം കാര്യങ്ങൾ കാണിക്കാൻ പറ്റൂല. കാണാതെ തന്നെ നമ്മൾ ഉണ്ട് എന്ന് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ലോകത്താരെങ്കിലും ബുദ്ധിയെ കണ്ടിട്ടുണ്ടോ? ഈ യുക്തിവാദികൾ എന്ന് അവകാശപ്പെടുന്നവർ അവർ യുക്തിയെ കണ്ടിട്ടുണ്ടോ? യുക്തിയെ മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുമോ? ബുദ്ധിയെ കാണാതെ ബുദ്ധിയുണ്ട് എന്ന് അംഗീകരിക്കുന്നവർ, ജീവനെ കാണാതെ ജീവനുണ്ട് എന്ന് അംഗീകരിക്കുന്നവർ, മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിൽ അയണിന്റെ അംശത്തെ കാണാതെ ഇരുമ്പിന്റെ അംശമുണ്ട് എന്ന് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർ, ഇതൊക്കെ കേവലം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്നു എങ്കിൽ ബൃഹത്തായി ഭൂമി, താരനിബിഡമായ നീലാകാശം, തിരതല്ലുന്ന സമുദ്രം, ഇതൊക്കെ ഇതിനൊരു സൃഷ്ടാവുണ്ട് എന്നതിലേക്കുള്ള വ്യക്തമായ തെളിവല്ലേ? അതുകൊണ്ട് അല്ലാഹ് ഉണ്ട് എന്നതിനുള്ള തെളിവാണ് ഈ കാണുന്നതൊക്കെ. കാണാതെ തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ധാരാളം കാര്യങ്ങൾ ഉണ്ട് എന്ന് നാം അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു എങ്കിൽ അല്ലാഹുവിനെ കാണാതെ തന്നെ അവൻ ഉണ്ട് എന്ന് അംഗീകരിക്കുന്ന, വിശ്വസിക്കാൻ പറ്റുന്ന തെളിവുകളുണ്ട്. उलमाए देवबंद